ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 907 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത സെഫന്യാവ് 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിന്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടുകയും. തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എങ്കിൽ അവയെ തിരുത്തുക എന്നുള്ളത് ദൈവികമാണ്. നമ്മുടെ സ്വന്തം വഴികളിലൂടെ യാത്ര ചെയ്ത് അനീതിയും ക്രൂരതയും മ്ലേച്ഛതയും നമ്മുടെ ജീവിതത്തിന്റെ സുഖസന്തോഷങ്ങളുടെ ഭാഗമായി കണ്ടുകൊണ്ട് നാം ജീവിക്കുകയാണ് എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ ഉഗ്രകോപം നമ്മുടെ മേൽ വരുന്നതിന് മുമ്പ് കൂടി വരുവിൻ എന്ന്. സെഫന്യാവ് 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ കോപമുണ്ടാകുമ്പോൾ അവിടെയുള്ള ഏറ്റവും ശക്തനായ ആളും ദുഃഖത്തോടെ കരയുമെന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ളതായ കുറവുകൾ എന്താണ് എന്ന് പരിശോധിക്കാം. ഒരുമിച്ച് കൂടുവാൻ സ്നേഹത്തോടെ ദൈവം നമ്മെ ക്ഷണിക്കുമ്പോൾ ആ സ്നേഹവലയത്തിലേക്ക് വരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. ദൈവത്തിന്റെ ആ സ്നേഹപാതയിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെയും മാറ്റപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ എത്ര വലുതായാലും, അത് എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാനായിട്ട് എന്റെ ദൈവമുണ്ട് എന്നുള്ള ഒരു വാഗ്ദത്തത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.